നമസ്കാരം. ജനമനസ്സിൽ എന്ത്? കേരളം വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പോളിംഗ് സാമഗ്രികളുടെ വിതരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മണിക്കൂർ ഇതുവരെയുള്ള സമഗ്രമായ വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇന്ന് നിശബ്ദ പ്രചാരണം. വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. 2500 പ്രശ്നബാധിത ബൂത്തുകൾ. കണ്ണൂരിൽ നിരോധനാജ്ഞ. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയില്ലെന്ന ആക്ഷേപം. വിവാദത്തിൽ ആരോപണങ്ങൾ ആവർത്തിച്ച് മാത്യു കുഴൽനാടൻ. 2019 ജലവിഭവ വകുപ്പിന്റെ ഉത്തരവ് പുറത്തുവിട്ടു. പ്രളയം ഒഴിവാക്കുന്നതിനു പകരം ആദ്യം ശ്രമിച്ചത് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ മാറ്റാനെന്ന് കുഴൽനാടൻ. നിയമസഭയിൽ ചർച്ച നടന്നിട്ടും എന്തുകൊണ്ട് കുഴൽനാടൻ മിണ്ടാതിരുന്നുവെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഷട്ടറുകൾ നേരത്തെ തന്നെ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി. തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ശേഷിക്കെ തിരൂരിൽ LDF സ്ഥാനാർത്ഥി അബ്ദുറഹ്മാനും മുസ്ലിം ലീഗും തമ്മിൽ വാക്പോര്. താനൂരിനെ പാകിസ്ഥാനുമായി ചേർത്ത് അബ്ദുറഹ്മാൻ നടത്തിയ പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗും താനൂർ വോട്ട് അപകടത്തിന് കാരണക്കാരൻ അബ്ദുറഹ്മാൻ എന്ന ലീഗ് പ്രചാരണത്തിനെതിരെ LDFും തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. മഞ്ചേശ്വരത്ത് UDF വ്യാപകമായി കള്ളവോട്ടിന് നീക്കം നടത്തുന്നുവെന്ന് NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. ശബരിമലയിലെ യുവതീ പ്രവേശന നിയന്ത്രണം തുടരണമെന്ന വിവിധ മതാചാരങ്ങൾ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ഭരണഘടനാ ബെഞ്ചിന് മുൻപിൽ കേന്ദ്ര സർക്കാരിന്റെ വാദം തുടരുന്നു. കേസിൽ എല്ലാ കക്ഷികൾക്കും വാദത്തിന് സമയം നൽകുമെന്ന് ചീഫ് ജസ്റ്റിസ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമമായതോടെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ കുതിപ്പ്. സെൻസെക്സ് 2700 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 23,900 കടന്നു. ഏഷ്യൻ വിപണികളിലെല്ലാം മുന്നേറ്റം. IPL-ൽ ഇന്ന് ഡൽഹിയും ഗുജറാത്തും നേർക്കുനേർ. മത്സരം രാത്രി 7:30 മുതൽ ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂൾ PSG-യുമായി ഏറ്റുമുട്ടും. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ എതിരാളി ബാഴ്സലോണ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നിശബ്ദ പ്രചാരണം തുടരുന്നു. സമ്മതിദായകരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്നതിനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. തിരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുന്നു. അതിനിടെ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്യാതെ മടങ്ങേണ്ട അവസ്ഥയെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. തിരുവനന്തപുരം പട്ടത്തെ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രത്തിലാണ് ഉദ്യോഗസ്ഥർ പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത്. വോട്ട് ചെയ്യാൻ ബന്ധപ്പെടുത്തേക്ക് വോട്ടിന് 1 മണിക്കൂറാണ് ക്യൂവിൽ നിന്നു. ആ ക്യൂവിലല്ല ഇപ്പോൾ വേറെ ക്യൂവിൽ പോയിക്കാം. വേറെ ക്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം 2 മണിക്കൂർ നിന്നാൽ പോലെ ആ ക്യൂവിൽ വോട്ട് തരുത്തില്ല. ആ അത്യാവശ്യമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല. അല്ലെങ്കിൽ പോസ്റ്റ് ബാലറ്റ് വോട്ട് ചെയ്യാൻ സംവിധാനം ഉണ്ടായിരിക്കണം. നേരത്തെ പോസ്റ്റ് ബാലറ്റ് വീട്ടിൽ അയച്ചു നേരത്തെ നമ്മൾ വോട്ട് അയക്കുമായിരുന്നു. ഇപ്പോൾ അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടില്ല. അതിനകത്ത് അതർ ജില്ലയ്ക്ക് വേറൊരു കൗണ്ടറാണ്. ഈ അതർ ജില്ലയുടെ കൗണ്ടർ എഴുതി വെച്ചിട്ടില്ല. ഒരാൾ 1 മണിക്കൂർ ക്യൂ നിന്ന് അവിടെ എത്തിയപ്പോൾ പറയുന്നത് നിങ്ങളുടെ വോട്ട് ഇവിടെ അല്ല അപ്പുറത്തെ റൂമിലാണെന്ന്. അത് എന്താണ് എഴുതി വെച്ചാൽ എന്താണ്? അപ്പോൾ അതർ ജില്ലയ്ക്ക് ഇവിടെ അല്ല അപ്പുറത്താണ് വോട്ടെന്ന് എഴുതി വെച്ചാൽ പോരെ. ഒരു സംവിധാനം മൊത്തം ഫെയിലാണ്. എന്നിട്ട് ആറോടുത്ത് പറഞ്ഞപ്പോൾ ആറോ ചോദിക്കുന്നത് 250 വോട്ടർമാരുണ്ടെങ്കിൽ 250 കൗണ്ടർ സജ്ജീകരിക്കാൻ കഴിയുമെന്നാണ് ആറോ ചോദിക്കുന്നത്. 250 വേണ്ട, ഒരു 4 കൗണ്ടർ ഇട്ടാൽ പോരെ. ഇപ്പോൾ നിലവിൽ 2 കൗണ്ടറുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 കൗണ്ടറും കൂടി ഇട്ടാൽ പോരെ. 250 കൗണ്ടറിൻ്റെ ആവശ്യം എന്താ? ഇനി നോക്ക്, ഈ നിൽക്കുന്ന ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം എപ്പോഴും ഈ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് പോകുമെന്നാണ്. വിവരങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. രജിത്ത്, നിശബ്ദ പ്രചാരണത്തിന് മണിക്കൂറിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണമൊക്കെ പൂർത്തിയായോ? ഒപ്പം ഈ പട്ടത്തെ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രത്തിൽ ഉദ്യോഗസ്ഥർ പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു എന്നുള്ള ആക്ഷേപം, പരാതിയൊക്കെ ഉന്നയിക്കുന്നുണ്ടല്ലോ. പരിഹാരമായിട്ടുണ്ടോ? വിവരങ്ങൾ. അശ്വതി, രാവിലെ 8 മണി മുതലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചത്. അത് കൃത്യമായി തന്നെ 8 മണിക്ക് ആരംഭിക്കുകയും പോളിംഗ് സാമഗ്രികൾ ഉദ്യോഗസ്ഥർ കൈപ്പറ്റുകയും ചെയ്തു. ഇവിടെ എത്തുന്ന പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ തന്നെയാണ്, അതായത് കേന്ദ്രങ്ങളിൽ തന്നെയാണ് വോട്ട് ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പോളിംഗ് കേന്ദ്രങ്ങളോട് ചേർന്നിട്ടുള്ള കൗണ്ടറുകളിൽ ചെന്ന് ഇവർക്ക് വോട്ടിംഗ് രേഖപ്പെടുത്താൻ കഴിയും. അതാണ് പട്ടത്ത് നടന്ന വോട്ടിംഗ് കേന്ദ്രത്തിൽ വലിയൊരു ക്യൂ തന്നെ ഉണ്ടായി. കാരണം ഉദ്യോഗസ്ഥരൊക്കെയും തന്നെ എത്തുകയും ഇവിടെ താമസം നേരിടുകയും ചെയ്തു. എന്നാൽ ഈ ഉദ്യോഗസ്ഥർ നേരത്തെ
അവർ സൂചിപ്പിച്ചാണ് 1 മണിക്കൂറോളം ക്യൂ നിന്നതിന് ശേഷം വന്ന് വോട്ട് ചെയ്യാൻ കഴിയുമ്പോൾ അതർ ജില്ലയാണ്, മറ്റൊരു ജില്ലയിൽ നിന്ന് എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റൊരു കൗണ്ടറിലേക്ക് വിടുകയാണ്. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഇത് രണ്ടും തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കും തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഉദ്യോഗസ്ഥർക്കും ഒരേ കൗണ്ടറിൽ തന്നെയായിരുന്നു വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നത്. അത് താമസം നേരിടുന്ന പരാതി ഉയർന്നപ്പോൾ തന്നെ രണ്ടാമതൊരു കൗണ്ടർ മറ്റു ജില്ലകൾക്കായി ഏർപ്പെടുത്തി. എന്നാൽ അതിനുള്ള വിവരങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകാതെ ഈ ഉദ്യോഗസ്ഥർ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. മണിക്കൂറുകളോളം ഉദ്യോഗസ്ഥർ ക്യൂ നിന്നു. അതിനുശേഷം വോട്ട് ചെയ്തതിന് ശേഷമാണ് ഉദ്യോഗസ്ഥരെത്തി പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റി അതത് കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതാണ് ഏറെ ബുദ്ധിമുട്ട് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാക്കിയത്. അതിനുശേഷം 2 കൗണ്ടറുകളിലായി വോട്ട് ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യം അവിടെ ഒരുക്കി നൽകിയിട്ടുണ്ട്. അതിനുശേഷം ആ ഉദ്യോഗസ്ഥർ വോട്ട് രേഖപ്പെടുത്തി പോളിംഗ് സാമഗ്രികളുമായി മടങ്ങുകയാണ്. ജില്ലയിൽ തന്നെ ഏകദേശം 14 കേന്ദ്രങ്ങളിലാണ് വോട്ടിംഗ് നടത്തുന്നതിനോ അല്ലെങ്കിൽ വോട്ടിംഗ് സാമഗ്രികൾ സ്വീകരിക്കുന്നതിനുള്ള കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത്. അവിടെയെല്ലാം ഉദ്യോഗസ്ഥരെത്തി വോട്ടിംഗ് സാമഗ്രികൾ സ്വീകരിച്ച അതാത് കേന്ദ്രങ്ങളിലേക്ക് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിച്ചതിന് ശേഷം നാളെ രാവിലെ 6 മണിക്ക് മോക്ക് പോളിംഗ് നടക്കും. 6 മണിക്കത്തെ മോക്ക് പോളിംഗിന് ശേഷമായിരിക്കും 7 മണിയോടുകൂടി പോളിംഗ് ആരംഭിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായ ഉദ്യോഗസ്ഥർ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് മടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. മറ്റുദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരും ആ കേന്ദ്രങ്ങളിലേക്ക് ഇന്ന് വൈകിട്ടോടുകൂടി എത്തി പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥികളും ഇതേ രീതിയിൽ തന്നെ തങ്ങളുടെ നിശബ്ദ പ്രചരണം തുടരുന്നുണ്ട് എന്നതാണ്. പ്രധാനപ്പെട്ട വീടുകൾ, പ്രമുഖ വ്യക്തിത്വങ്ങളെയൊക്കെ നേരിൽ കണ്ടുകൊണ്ട് തങ്ങളുടെ വോട്ട് ഉറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികളൊക്കെയും തന്നെ. ജില്ലയിലെ എല്ലാ സ്ഥാനാർത്ഥികളും ഇത്തരത്തിൽ വീടുകൾ കയറിയുള്ള ഒരു പ്രചരണം ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രമുഖ വ്യക്തിത്വങ്ങളെയാണ് നേരിട്ട് കാണുന്നത്. നേരിട്ട് കണ്ടുകൊണ്ട് തങ്ങളുടെ വോട്ട് ഉറപ്പിക്കുക എന്നതാണ് അവർ ചെയ്യുന്നത്. അവസാനവട്ട ഒരുക്കത്തിലേക്ക്, അവസാനവട്ട രീതിയിലുള്ള കണക്കുകൂട്ടലുകളിലേക്കാണ് സ്ഥാനാർത്ഥികളും നീങ്ങുന്നത്. ഇന്ന് രാത്രിയോടുകൂടി സ്ഥാനാർത്ഥികൾ തങ്ങൾക്ക് ലഭിക്കാവുന്ന വോട്ടുകളുടെയൊക്കെ കണക്കുകൾ അടക്കം കൃത്യമായി തന്നെ കണ്ടെത്തുകയും തങ്ങൾക്ക് ചെല്ലാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ നേരിട്ടെത്തി വോട്ട് ഉറപ്പിക്കുന്നതിനുള്ള സാഹചര്യം കൂടി ഉണ്ടാകും. പ്രമുഖ കേന്ദ്രങ്ങളിൽ അവരെത്തി ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ആളുകളെയൊക്കെയും കാണുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ മാധ്യമങ്ങളോടക്കം ഈ സ്ഥാനാർത്ഥികൾക്ക് പ്രതികരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം നിശബ്ദ പ്രചരണമായതിനാൽ തന്നെ. എന്ത് തന്നെയായാലും ഈ അവസാനവട്ടം തങ്ങളുടെ വോട്ട് ഒരിക്കൽ കൂടി ഉറപ്പിക്കുക. സംസ്ഥാനത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുന്നു. വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും രജിത്ത് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. പ്രളയ ദുരന്ത വിവാദത്തിൽ ആരോപണങ്ങൾ ആവർത്തിച്ച് മാത്യു കുഴൽനാടൻ. 2019 പ്രളയ നിയന്ത്രണ ഒരുക്കത്തിലും ആദ്യം ശ്രമിച്ചത് മണൽ മാറ്റാനെന്ന് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നു. തോട്ടപ്പള്ളിയിൽ നിന്നും മഴയ്ക്ക് മുൻപ് മണൽ മാറ്റാൻ നിർദ്ദേശം നൽകിയെന്നും അദ്ദേഹം ആരോപിച്ചു. 2019 ജലവിഭവ വകുപ്പിന്റെ ഉത്തരവ് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടു. മണ്ണ് നഷ്ടപ്പെടും മുൻപ് എങ്ങനെയും മണൽ എടുക്കണമെന്നായിരുന്നു ഉത്തരവിലെ നിർദ്ദേശമെന്ന് കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി. ഓൾറെഡി ഉത്തരവാദിത്തപ്പെട്ട മുതിർന്ന നേതാക്കന്മാർ അത് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് സന്തോഷം തോന്നി. UDF വന്നാൽ ഈ വിഷയമടക്കം അഴിമതി വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണവും നടപടിയും ഉണ്ടാകുമെന്ന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, ബഹുമാനായ ഏറ്റവും ഉന്നതനായ KC വേണുഗോപാൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ വലിയ കോൺഫിഡൻസും സന്തോഷവും ആത്മവിശ്വാസവും എനിക്ക്. നേരത്തെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു, നിയമപോരാട്ടം നടത്തിയാണ്. അതും ഇത് തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്ന് ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റ് കയ്യിൽ കിട്ടുമ്പോൾ താങ്കൾക്ക് തോന്നുന്നുണ്ട്? അല്ല, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് എന്നല്ലേ പറഞ്ഞേ. ഇപ്പോൾ അവരുടെ ക്യാബിനറ്റിലിരിക്കുന്ന ഒരു മന്ത്രി അദ്ദേഹം തന്നെ പറയല്ലേ ഇത് സംഭവിച്ചാണെന്ന്. ഞാൻ കേരളത്തോട് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ മറുവശത്ത് നിന്ന് ഒരുപാട് മാനേജ്മെന്റ് നടത്തി എന്നെ ആക്ഷേപിച്ച് പരിഹസിച്ച് എനിക്ക് എന്നെ വേട്ടയാടി അങ്ങനെ ഇതിങ്ങനെ അതില്ലെന്ന് വരുത്തി കോടതിയിലെ ഇത് ഉദ്ധരിച്ച് ഇവർ അതിനെ മൂടാൻ ശ്രമിച്ചപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞതല്ലല്ലോ, അവരുടെ ക്യാബിനറ്റിലിരിക്കുന്ന ഒരു മന്ത്രി തന്നെ പറഞ്ഞ കാര്യം. അറ്റ്ലീസ്റ്റ് ഇനി ആരെന്ത് പറഞ്ഞാലും സാധാരണ സഖാക്കളുണ്ടല്ലോ, ഇതിൻ്റെ ഒന്നും ഒരു നേട്ടവും കിട്ടാത്ത പാവപ്പെട്ടവർ, അവർക്കിത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ നാളെ പോളിംഗ് ബൂത്തിൽ നടക്കും. നമുക്ക് നോക്കാം. അല്ലെന്നേ ഞാനിപ്പോൾ അത് ഈ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഇതാണല്ലോ വെച്ചത്. ഈ ഓർഡർ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. അവരുടെ ഇൻറ്റൻഷൻ, അവരുടെ താല്പര്യം എവിടെയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. ഒരു പ്രളയം കഴിഞ്ഞിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് എവിടെയായിരുന്നു എന്ന് കാണിക്കുന്ന ഡോക്യുമെൻ്റാണ്. പ്രളയ അഴിമതി വിവാദത്തിൽ നിരാഹാര സമരവുമായി ചിറ്റൂരിലെ UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ. മന്ത്രി K കൃഷ്ണൻകുട്ടിയും മാത്യു T തോമസും രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് സമരം. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് അറിഞ്ഞിട്ടും മന്ത്രി അധികാരത്തിൽ തുടരുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും ശബ്ദരേഖ AI നിർമ്മിതമാണെങ്കിൽ നിയമ നടപടിക്ക് പോകണമെന്നും സുമേഷ് അച്യുതൻ പറയുന്നു. കേരളത്തിലുണ്ടായ വലിയൊരു ദുരന്തം
അത് പ്രകൃതി ദുരന്തമല്ല, മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് ഇന്നലെ ഒരു മന്ത്രിയുടെ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുകയാണ്. ആ മന്ത്രി ഇത്രയും വലിയൊരു വിഷയം അറിഞ്ഞിട്ടും മൗനം പാലിച്ചത് സത്യപ്രതിജ്ഞ ലംഘനമാണ്. ആരോപണ വിധേയനും ആരോപണം ഉന്നയിച്ച ആളുകൾ രണ്ടുപേരും തൽസ്ഥാനം രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഒരു നിമിഷം പോലും വൈകാതെ മന്ത്രി, ഏതൊരു വ്യക്തിയും, സാധാരണ വ്യക്തിയാണെങ്കിൽ പോലും അവരുടെ പേരിൽ ഒരു AI വീഡിയോ ഓഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നത് പോലീസിൽ പരാതി നൽകുകയാണ്. മന്ത്രി ഒരു നിമിഷം പോലും വൈകാതെ പോലീസിലും ഇലക്ഷൻ കമ്മീഷനിലും പരാതി കൊടുക്കാൻ തയ്യാറാവണം. എൻ്റെ ഒരു AI വീഡിയോ, എൻ്റെ ഒരു ഓഡിയോ ഇപ്പം ഇറക്കിയാൽ 2 മിനിറ്റ് പോലും വൈകാതെ ഞാൻ ഈ മൊബൈലിൽ നിന്ന് പരാതി ഞാൻ അയക്കും. മന്ത്രി ഒരു നിമിഷം പോലും വൈകാതെ പരാതി അയക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇത് നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും രാജിവെക്കുന്നതുവരെ പ്രതിഷേധവും ഉണ്ടാവും, നിയമപരമായ പോരാട്ടവും ഉണ്ടാവും. തോട്ടപ്പള്ളി സ്പിൽവേ വിഷയത്തിൽ നിയമസഭയിൽ ചർച്ച നടന്നിട്ടും എന്തുകൊണ്ട് കുഴൽനാടൻ മിണ്ടാതിരുന്നുവെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഷട്ടറുകൾ നേരത്തെ തന്നെ തുറന്നിട്ടുണ്ട്. രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്നും കെ കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. പ്രളയത്തെ തുടർന്ന് എന്താണ് ഉയർത്തിയതെന്ന് അറിയിക്കാമോ? ഇതാണ് ചോദ്യം. തോട്ടപ്പള്ളി സ്പിൽവേയിലെ 40 ഷട്ടറുകളും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ 16/7/2008 പരമാവധി ഉയർത്തിയിട്ടുള്ളതാണ്. ഇതിൽ ഒരു ഷട്ടറിൻ്റെ ചെയിൻ ഹുക്ക് ഒഴിഞ്ഞുപോയത് കാരണം ഷട്ടർ താഴുകയും 15/8/2018 യന്ത്രസഹായത്താൽ ക്രിസ്തുവ ഷട്ടർ പരമാവധി ഉയർത്തുകയും ചെയ്തു. ഒരു ഘട്ടത്തിലും ഷട്ടറുടെ നിരപ്പിൻ്റെ മുകളിൽ ജലം ഉയർന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് വെള്ളം അടച്ചു പോരുന്നത്? അന്ന് തൊട്ടേ വെള്ളം തുറന്നിട്ടുണ്ട്. പ്രസ്തുത സ്പിൽവേ 2B പ്രസ്തുത സ്പിൽവേയിൽ ഉയർത്തുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ടോ? ഷട്ടറുകൾ B ഇല്ല. എന്തെങ്കിലും ഉണ്ടായിട്ടില്ല. ഇത് വളരെ ക്ലിയർ ആയിട്ട് ഷട്ടർ അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. പിന്നെ മണലിനെ സഹായിക്കാനാണെന്ന് എന്തിനാ പറയുന്നത്? ഡിസാസ്റ്റർ. തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തിരൂരിൽ LDF സ്ഥാനാർത്ഥി അബ്ദുറഹ്മാനും മുസ്ലിം ലീഗും തമ്മിലുള്ള വാക്പോര് രൂക്ഷമാകുന്നു. താനൂരിനെ പാകിസ്ഥാനുമായി ചേർത്ത് അബ്ദുറഹ്മാൻ നടത്തിയ പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗും താനൂർ ബോട്ട് അപകടത്തിന് കാരണക്കാരൻ അബ്ദുറഹ്മാൻ എന്ന ലീഗ് പ്രചരണത്തിനെതിരെ LDFും ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി. പാകിസ്ഥാൻ പരാമർശത്തിൽ വിശദീകരണവുമായി വി അബ്ദുറഹ്മാൻ. പാകിസ്ഥാൻ പരാമർശം ലീഗ് തെറ്റായി വ്യാഖ്യാനിച്ചു. താൻ ഉദ്ദേശിച്ചത് തിരൂരിൽ നടക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം പോലെയാണെന്നാണ്. ലീഗിനെയോ താനൂരിനെയോ പാകിസ്ഥാനോട് ഉപമിച്ചിട്ടില്ല എന്നും അനാവശ്യമായ കളവ് പ്രചരിപ്പിക്കുകയാണ് ലീഗെന്നും അബ്ദുറഹ്മാൻ പറഞ്ഞു. ഒരു ക്രിക്കറ്റ് മാച്ചാണ് യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഹരമുള്ള കാര്യം. അത് നടക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ആ ആരവം പോലെ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ഡൽഹി പോയാലും ബോംബെ പോയാലും ഇവിടെ തന്നെ കോഴിക്കോട് പോയാലും എറണാകുളത്ത് പോയാലും നമ്മുടെ നാട്ടിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുന്ന ആരവം പോലെയാണ്. എല്ലാ ഭാഗങ്ങളിലും പരസ്യവാഹനങ്ങൾ, ആളുകൾ പരസ്പരം ചർച്ച ചെയ്യുന്നു, ബെറ്റുകൾ വെക്കുന്നു, ഇതെല്ലാം നടക്കുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇവർ ഈ പറഞ്ഞ് നടക്കുന്ന ഒരു അടിസ്ഥാനമില്ല. കളവ് പ്രചരിപ്പിക്കല്ലേ, അനാവശ്യമായ കളവുകൾ നടന്ന് പറയാം. മഞ്ചേശ്വരത്ത് UDF വ്യാപകമായി കള്ളവോട്ടിന് നീക്കം നടത്തുന്നുവെന്ന് NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. നാട്ടിലെത്താത്ത പ്രവാസികളുടെ വോട്ടർ സ്ലിപ്പുകൾ UDF പ്രവർത്തകർ ശേഖരിച്ചു വരികയാണ്. മഞ്ചേശ്വരം, കുമ്പള, മംഗൽപാടി, വോർക്കാടി പഞ്ചായത്തുകളിലാണ് കള്ളവോട്ട് ചെയ്യാൻ ഒരുങ്ങുന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. മുസ്ലിം ലീഗിന് മാത്രം സ്വാധീനമുള്ള 33 ബൂത്തുകൾ കേന്ദ്രീകരിച്ചാണ് കള്ളവോട്ടിന് ശ്രമം നടക്കുന്നത്. ജില്ലാ ഭരണകൂടം ഈ ബൂത്തുകളിൽ കൃത്യമായി നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നും നടപടിയുണ്ടായില്ലെങ്കിൽ സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കില്ലെന്നും കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പറഞ്ഞു. മഞ്ചേശ്വരം മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും UDF നേതൃത്വവും വ്യാപകമായ തോതിലുള്ള കള്ളവോട്ടുകൾക്കായി ഊർജിതമായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദേശത്തു നിന്നുള്ള വോട്ടർമാർ അവരിവിടെ സ്ഥലത്തില്ലാത്തവരുടെ എല്ലാം സ്ലിപ്പുകൾ, ഒഫീഷ്യൽ സ്ലിപ്പുകൾ മുസ്ലിം ലീഗിൻ്റെ BLOമാർ വഴി അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ആവശ്യമായ കള്ളവോട്ടിടാൻ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടും. കാരണം അതിവിടെ വാശിയേറിയ പ്രചാരണത്തിനും വാദപ്രതിവാദത്തിനുമൊടുവിൽ അസം നാളെ ജനവിധി എഴുതും. BJPയും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സംസ്ഥാനത്ത് നാളെ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു.
കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന ഭരണം നിലനിർത്താൻ BJPയും തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും ശക്തമായ പോരാട്ടം നടത്തുന്ന അസം നാളെ പോളിംഗ് ബൂത്തിലെത്തും. 126 മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. 2.5 കോടിയിലധികം വോട്ടർമാരുള്ള സംസ്ഥാനത്ത് 31,490 പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കിയിട്ടുണ്ട്. പോളിംഗ് ബൂത്തുകളിൽ CCTV നിരീക്ഷണവും കേന്ദ്രസേനയെ വിന്യസിച്ച് സുരക്ഷാ ക്രമീകരണവും ശക്തമാക്കിയിട്ടുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയതായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ജനക്ഷേമ വികസന പദ്ധതികൾ ചർച്ച ചെയ്തുള്ള പ്രചാരണത്തിലൂടെ 90-ന് മുകളിൽ സീറ്റുകൾ നേടി ഭരണം നിലനിർത്തുമെന്ന പ്രഖ്യാപനമാണ് BJPയും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും നടത്തിയത്. കോൺഗ്രസ് ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഈ തെരഞ്ഞെടുപ്പോടെ സംസ്ഥാനത്ത് കോൺഗ്രസ് അസ്തമിക്കുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പ്രതികരിച്ചു. അതേസമയം 10 വർഷം മുൻപ് കൈവിട്ട ഭരണം തിരിച്ചുപിടിക്കാൻ കഠിന ശ്രമമാണ് കോൺഗ്രസ് നടത്തിയത്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും രൂക്ഷമായി വിമർശിച്ചും ആരോപണങ്ങൾ ഉയർത്തിയുമായിരുന്നു കോൺഗ്രസിന്റെ പ്രചാരണം. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് ഹിമന്തയെന്നും അസം ഇത്തവണ കോൺഗ്രസ് തിരിച്ചുപിടിക്കുമെന്നും മല്ലികാർജ്ജുൻ ഖർഗെയും വ്യക്തമാക്കിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശബരിമല യുവതീ പ്രവേശന കേസിൽ ഭരണഘടനാ ബെഞ്ചിന് മുൻപിൽ കേന്ദ്ര സർക്കാരിന്റെ വാദം തുടരുന്നു. ശബരിമലയിലെ യുവതീ പ്രവേശന നിയന്ത്രണം തുടരണമെന്ന് വിവിധ മത ആചാരങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ ആവശ്യപ്പെട്ടു. ആചാരങ്ങളുടെ ഭാഗമായുള്ള ക്ഷേത്രങ്ങളിലെ നിയന്ത്രണങ്ങൾ ജുഡീഷ്യൽ പരിശോധന പരിധിക്ക് പുറത്താണെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. കേസിലെ എല്ലാ കക്ഷികൾക്കും അവരുടെ വാദം അവതരിപ്പിക്കാൻ സമയം നൽകുമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം, 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തലിന് സമ്മതിച്ച് അമേരിക്കയും ഇറാനും. ആക്രമണം നിർത്തിവച്ചതായി ആദ്യം ട്രംപ് അറിയിക്കുകയും ഇറാൻ പിന്നാലെ അംഗീകരിക്കുകയുമായിരുന്നു. ഹോർമുസ് തുറക്കണമെന്ന ആവശ്യവും ഇറാൻ സമ്മതിച്ചു. പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങളാണ് സമാധാനത്തിലേക്കുള്ള വഴി തുറന്നത്. 1.5 മാസമായി തുടർന്നു വന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിനാണ് താൽക്കാലിക വിരാമം ഉണ്ടായിരിക്കുന്നത്. 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തലിനാണ് ഇരുപക്ഷവും അംഗീകാരം നൽകിയത്. ഉപാധികൾക്ക് വിധേയമായി ഹോർമുസ് തുറക്കാൻ ഇറാൻ സമ്മതിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തലിന് ആദ്യം സമ്മതിച്ചത്. ഇത് അംഗീകരിക്കുന്നുവെന്ന് പിന്നാലെ ഇറാനും അറിയിക്കുകയായിരുന്നു. ഇറാനെതിരായ അന്ത്യശാസനം 2 ആഴ്ച കൂടി നീട്ടണം എന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ ഇടപെടലാണ് ഫലം കണ്ടത്. ഇറാന് നേരെയുള്ള ബോംബാക്രമണങ്ങളും മറ്റാക്രമണങ്ങളും 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ഞാൻ സമ്മതിക്കുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സമൂഹമാധ്യമ പേജായ ദി ട്രൂത്തിൽ കുറിച്ചത്. ഇറാനുമായി ഒരു ദീർഘകാല സമാധാന കരാർ ചർച്ചകളിൽ നല്ല പുരോഗതിയെന്നും അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയങ്ങളിൽ ഭൂരിഭാഗത്തിലും ധാരണയായതായും ട്രംപ് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ വെടിനിർത്തലിൽ ഇസ്രായേലും പങ്കാളിയാണെന്ന് വൈറ്റ് ഹൌസ് വക്താവ് സ്ഥിരീകരിച്ചു. ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുത്തില്ലെങ്കിൽ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ശക്തമായ സൈനിക ആക്രമണം നടത്തുമെന്ന ട്രംപിന്റെ സമയപരിധി അവസാനിക്കാൻ 1.5 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെയാണ് നിർണായക തീരുമാനം. ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലും തങ്ങളുടെ ബോംബാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ബാധ്യസ്ഥരാണെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അമേരിക്കയും ഇറാനും തമ്മിൽ ഉപാധികളോടെയുള്ള 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതോടെ ആഗോള എണ്ണവിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി. ലോകത്തെ പ്രധാന ജലപാതയായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതാണ് വിപണിയിൽ ആശ്വാസമായത്. 15% എണ്ണവിലയിൽ ഇടിവുണ്ടായത്. കൂടാതെ ഏഷ്യ പസഫിക് മേഖലയിലെ ഓഹരി വിപണികളിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായി. അതേസമയം സമാധാന ശ്രമങ്ങളുടെ ഫലമായി വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ വെച്ച് ചർച്ചകൾക്കായി ഇറാൻ അമേരിക്ക പ്രതിനിധികളെ പാകിസ്ഥാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഈ ചർച്ചകൾ ദീർഘകാല സമാധാന കരാറിലേക്ക് നീങ്ങുമെന്നാണ് ലോകം പ്രത്യാശിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. US-ഉം ഇറാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഓഹരി വിപണിയിൽ കുതിപ്പ്. സെൻസെക്സും നിഫ്റ്റിയും നേട്ടത്തിലാണ്. ഏഷ്യൻ വിപണികളിലും മുന്നേറ്റമുണ്ടായി. US ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 0.45% വർദ്ധിച്ച് 92.58 എന്ന നിലയിലെത്തി. ഡോളറിന്റെ മൂല്യം 2 ആഴ്ചത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. അസംസ്കൃത എണ്ണവില 15% ഇടിഞ്ഞു. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $100 താഴെയെത്തി. യുദ്ധം 2 ആഴ്ചത്തേക്ക് നിർത്തിയതും ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള സാധ്യത തെളിഞ്ഞതുമാണ് വിപണിയിൽ പ്രതിഫലിച്ചത്. സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. 1 പവൻ സ്വർണത്തിന്റെ വില 2,920 രൂപ കൂടി. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയായ 1,12,800 രൂപയിലെത്തി. 1 ഗ്രാം സ്വർണത്തിന്റെ വില ഇന്നലത്തെ വിലയായ 13,735 രൂപയിൽ നിന്നും 14,100 രൂപയിലേക്ക് കുതിച്ചു. ഗ്രാമിന് 365 രൂപയുടെ വർധനവാണുണ്ടായത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വന്നതാണ് വിപണിയെ സ്വാധീനിച്ചത്.
കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മൊഹസിന കിദ്വായി അന്തരിച്ചു. 94 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെയോടെ നോയിഡയിലായിരുന്നു അന്ത്യം. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി മന്ത്രിസഭകളിൽ അംഗമായിരുന്നു. ദീർഘകാല MLA-യും MP-യുമായിരുന്ന മൊഹസിന കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായിരുന്നു. ഉത്തർപ്രദേശ് സ്വദേശിയായ മൊഹസിന കിദ്വായി മീററ്റ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് 1978-ലാണ് ആദ്യമായി ലോക്സഭയിൽ എത്തിയത്. വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിലെ പ്രതി തൂങ്ങി മരിച്ചു. കേസിലെ 6ാം പ്രതി വിനോദാണ് മരിച്ചത്. വീടിന് സമീപത്തെ പറമ്പിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ 6 മണിയോടെയാണ് സംഭവം. പ്രതികളുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. അന്വേഷണ സംഘത്തിന് മുൻപിൽ വീണ്ടും ഹാജരാക്കാൻ പറഞ്ഞതോടെയായിരുന്നു വിനോദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാംനാരായണൻ എന്ന ഛത്തീസ്ഗഡ് സ്വദേശി ഡിസംബർ 17-നാണ് ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. കൊല്ലത്ത് UDF-ന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങിയ കാറിടിച്ച് കായിക താരങ്ങൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കാർ ഓടിച്ച നെയ്യാറ്റിൻകര സ്വദേശി ദേവനന്ദനെതിരെയാണ് കേസ്. ദേവനന്ദനടക്കം 4 KSU പ്രവർത്തകരാണ് കാറിൽ ഉണ്ടായിരുന്നത്. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയുടെ മകന്റെ പേരിലുള്ള കാറാണ് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടത്. ആശ്രാമ ലിങ്ക് റോഡിലാണ് അപകടമുണ്ടായത്. സമീപത്തുള്ള ഹോക്കി സ്റ്റേഡിയത്തിൽ പരിശീലനം കഴിഞ്ഞ് മടങ്ങിയ പെൺകുട്ടികൾക്കാണ് പരിക്കേറ്റത്. നിയന്ത്രണം വിട്ട കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു അപകടം. കാർ ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റ 2 പെൺകുട്ടികൾ ആശുപത്രിയിലാണ്. പരസ്യപ്രചരണം അവസാനിച്ചിട്ടും പാർട്ടി ചിഹ്നങ്ങളും കൊടികളുമായി ചെങ്ങന്നൂരിൽ ഇടതുപക്ഷ പ്രവർത്തകരുടെ വോട്ട് അഭ്യർത്ഥന. പ്രതിഷേധവുമായി ചെങ്ങന്നൂരിലെ NDA സ്ഥാനാർത്ഥി MV ഗോപകുമാർ. തിരഞ്ഞെടുപ്പ് വരണാധികാരി കൂടിയായ RDO ഓഫീസിന് മുൻപിലാണ് ഗോപകുമാർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഭരണ നേതൃത്വത്തിന്റെയും ഇടതുപക്ഷ സർക്കാർ ജീവനക്കാരുടെയും ഒത്താശയോടെയാണ് LDF പ്രവർത്തകർ വീട് വീടാന്തരം കയറി ഇറങ്ങി വോട്ട് ചോദിക്കുന്നതെന്നാണ് BJP-യുടെ പ്രധാന ആരോപണം. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് തെക്കേ സ്വരാജ് റൗണ്ടിൽ നിർമ്മിക്കുന്ന പാറമേക്കാവ് ദേവസ്വത്തിന്റെ മണികണ്ഠനാൽ പന്തലിന്റെ കാൽനാട്ടുകർമ്മം നടന്നു. മേക്കാവ് ക്ഷേത്രം മേൽശാന്തി കാരേക്കാട്ട് രാമൻ നമ്പൂതിരിയുടെ ഭൂമി പൂജയ്ക്ക് ശേഷമാണ് കാൽനാട്ടിയത്. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് പാറമേക്കാവിന്റെ പന്തൽ കാൽനാട്ടുകർമ്മം നടന്നു. പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആദ്യ ചടങ്ങാണ് പന്തൽ കാൽനാട്ടുകർമ്മം. പാറമേക്കാവ് വിഭാഗത്തിന്റെ മണികണ്ഠനാലിലും തിരുവമ്പാടിയുടെ നടുവിലാലിലും നായ്ക്കനാലിലുമാണ് പൂരപ്പന്തൽ ഉയരുക. തൃശൂരിലെ പൂരാവേശം കൊടികയറാൻ പോകുന്നുവെന്നും ഇത്തവണത്തെ പൂരം ഭംഗിയായി നടത്താൻ സാധിക്കുമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് പറഞ്ഞു. ഇനി ഫൈനൽ പ്രിപ്പറേഷൻസ് മാത്രമേ ബാക്കിയുള്ളൂ. സാധാരണഗതിക്കുള്ള എല്ലാ പ്രിപ്പറേഷൻസും കഴിഞ്ഞു. ഇനിയിപ്പോൾ 20-ാം തീയതി പൂരത്തിന്റെ കൊടിയേറ്റാണ്. 24-ാം തീയതി സാമ്പിൾ വെടിക്കെട്ട്, 26-ാം തീയതി പൂരം. എല്ലാ കൊല്ലത്തെ പോലെ കുടമാറ്റത്തിലും വെടിക്കെട്ടിലും സർപ്രൈസുകളും ഉണ്ടാവും. ഒരു നല്ലൊരു പൂരത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. രാവിലെ 10 മണിയോടെ നടന്ന ചടങ്ങ് ആവേശോജ്വലമായിരുന്നു. ചടങ്ങിൽ പാറമേക്കാവ് ക്ഷേത്രം ഭാരവാഹികളും തൃശൂരിലെ കോൺഗ്രസ് LDF സ്ഥാനാർത്ഥികളും പൗരപ്രമുഖരും പങ്കെടുത്തു. അമൃത ന്യൂസ്, തൃശൂർ. കായിക വാർത്തകൾ നോക്കാം. UEFA ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിനെ തകർത്ത ബയേൺ സാന്റിയാഗോ ബെർണാബ്യൂവിൽ നടന്ന മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു ബയേണിന്റെ വിജയം. ഇന്ന് മുൻ ചാമ്പ്യന്മാരായ ലിവർപൂൾ നിലവിലെ കിരീട ജേതാക്കളായ PSG-യുമായി ഏറ്റുമുട്ടും. 2ാം പോരാട്ടത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ബാഴ്സലോണയെ നേരിടും. IPL-ലെ സൂപ്പർ പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. 2 മത്സരങ്ങൾ വിജയിച്ച ഡൽഹി പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്താണ്. 9ാം സ്ഥാനത്ത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. രാത്രി 7:30 മുതൽ ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.